ഒരു ദിക്ർ 3 പ്രാവശ്യം പറയണം. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യമാണ് പറയേണ്ടത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവനിക്ക് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല, ഒരു പ്രയാസവും ഏൽക്കുകയില്ല, വിഷമേൽക്കുകയില്ല, പാമ്പിന്റെ ബുദ്ധിമുട്ടുണ്ടാകൂല, അതുപോലെ തേളിന്റെ ബുദ്ധിമുട്ടുണ്ടാകൂല. ഇത് ജാബിർ ദാരിമിയുടെ വാക്കല്ല, ലോകത്തിന്റെ നേതാവിന്റെ വാക്കാണ്. ഇത് രാവിലെ 3 പ്രാവശ്യം പറയാ, വൈകുന്നേരമായാൽ 3 പ്രാവശ്യം പറയാ. ഈ ദിക്ർ വലിയ കാവലാണ് മുത്തുമുഅ്മിനീങ്ങളെ. ഇത് കാവലിനായി ഹബീബായ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചതാണ്. എല്ലാവരും ചൊല്ലണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത്, ഈ സമയത്ത് എല്ലാവരും ഈ ദിക്ർ രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം പറയണം. കാരണം പാമ്പ് കടിയേറ്റുകൊണ്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത്. ഈ ചൂടുകാലത്ത് പാമ്പുകളൊക്കെ തണുപ്പ് തേടി നമ്മളെ വീടുകളിലേക്ക് വരികയാണ്. കിണറിന്റെ സൈഡിലേക്ക്, അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ പാമ്പുകൾ വരും, തണുപ്പ് തേടി വരികയാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുനബി പഠിപ്പിച്ച ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് വിഷമേൽക്കുന്ന തൊട്ട്, പാമ്പുകളെ തൊട്ട്, തേളുകളെ തൊട്ട്, അങ്ങനെയുള്ള ജന്തുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ, കുടുംബങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അതോടൊപ്പം തന്നെ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, വലിയ കാവലാണ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് രാവിലെ 3 പ്രാവശ്യം പറയാ, വൈകുന്നേരം 3 പ്രാവശ്യം പറയാ. അല്ല എല്ലാ സമയത്തും പറയാൻ കഴിയോ? എല്ലാ സമയത്തും പറഞ്ഞോ, വലിയ ബറക്കത്തും വലിയ കാവലുണ്ടാകും. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളുണ്ട്. ലഖദ് ജാഅക്കും തുടങ്ങിയുള്ള അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ രാവിലെ 3 പ്രാവശ്യം പറയാ, രാത്രി 3 പ്രാവശ്യം പറയാ. വലിയ കാവല് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അസ്മാഉൽ ഹുസ്ന ഞാൻ നേരത്തെ പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ചെല്ലാൻ കഴിയുന്ന ആളുകൾ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പറയാ, അതല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അതുപോലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം പല ആളുകളും ചെയ്യുന്ന വലിയ ഒരു അബദ്ധമാണ്, തെറ്റാണ് ഉറങ്ങുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി ബറക്കത്ത് നൽകുന്ന ഒരു സമയമാണ് സുബഹി നിസ്കാരത്തിന്റെ ശേഷം. ആ സമയത്ത് നമ്മൾ തഹജ്ജുദും ഇല്ല, സുബഹി ഇല്ല, കടന്നുറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അല്ലാഹുവിന്റെ കാവലുണ്ടാകും? എങ്ങനെ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകും? നമ്മളെ ജീവിതത്തിൽ എന്ത് ബറക്കത്ത് ഉണ്ടാവുക? ഒരു ബറക്കത്തും ഉണ്ടാവൂല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുബഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ ഉറക്കം ഒഴിവാക്കുക.